എല്ലാവർക്കും MICയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം നിതിനാണ്. നമ്മുടെ ഇന്ന് ഒരു ട്രെയിലർ റിയാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രണവ് മോഹൻലാലിൻ്റെ അതുപോലെ തന്നെ ദയൻ ശ്രീനിവാസൻ്റെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയുടെ റിയാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ആദ്യം ട്രെയിലറും കാര്യങ്ങളും കാണാം. അതിനുശേഷമുള്ള ബാക്കി ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ട്രെയിലറിലോട്ട് പോയാലോ? അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. இது ஒரு கலைஞனோட கை. கூடிய சீக்கிரமே மிகப்பெரிய வெற்றி வரப்போகுது உங்களுக்கு. എടാ, നീ എഴുതിയത് എനിക്കൊരു സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. നീ നാടകത്തിൽ നിൽക്കേണ്ട ആളല്ല. തനിക്ക് ഈ നാടകത്തിന്റെ കഥ വല്ല അറിയോ? എടാ, കോടമ്പാക്കത്താണ് നമ്മൾ താമസിക്കുന്ന ലോഡ്ജ്, സ്വാമീസ് ലോഡ്ജ്. കുറച്ച് വെള്ളം ചേർക്കല്ലേ? കുറച്ച് വെള്ളം ചേർക്കാം. കോഴിക്കോട്ട് മംഗലാപുരം മെയിൽ വഴി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചു മുരളി. എല്ലാം വാതിലും മുട്ടാം, ഏതെങ്കിലും ഒരെണ്ണം തുറക്കും. എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ പറ്റിക്കും. ഒരുപാട് സ്വപ്നങ്ങളുമായി രണ്ട് കൂട്ടുകാരൊരു നഗരത്തിലേക്ക് വരുന്നു. മുരളി, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ടാവും. അതിലൊരാൾ വിജയിച്ച് വലിയ നിലയിലാവുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണണ്ടെന്നാണ്. പോവാൻ പറഞ്ഞാ പോ. ഇത് തപ്പില്ല. വേണോ? കാണാം. നമ്മുടെ നാടകത്തിൽ നായകനായിട്ട് അറിയില്ലേ? അവൻ മുങ്ങി. அவன் எல்லாரையும் மேனிபுலேட் பண்ண தெரிஞ்சவன்டா. മറ്റവൻ തകർന്ന് പാട്ടുകൊഴിയിലാവും. സിനിമയിൽ ഒരു ചാൻസ് മേടിച്ചു. டிசிப்ளின் இல்லாம வாழறவங்களுக்கு கோடம்பாக்கம் கிட்டத்தட்ட ஒரு பெர்முடா ட்ரையாங்கிள் மாதிரி. റെഡി ക്ലാപ്പൻ. അവിടെ പ്രിയദർശനോ പത്മരാജനോ ഭരതനോ ആരെങ്കിലൊക്കെ താമസിക്കുന്നുണ്ടോ? വീട്ടിൽ ചെന്ന് അജി വെച്ചു കൊടുക്ക്. ഹോൾ ക്യാമറ ആക്ഷൻ. മാറുന്ന മലയാള സിനിമയെ കുറിച്ച് വിവരമുള്ള ഡയറക്ടർമാർ ചർച്ച ചെയ്യുന്ന നിനക്ക് കേട്ടെന്തെങ്കിലും പഠിക്കാം. 1 2 3 ക്ലാപ്പ്. എന്താണ് ഈ നടക്കുന്നത്? സിനിമയുടെ മാജിക്കാണ് മാജിക്. ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ നിന്റെ അപ്പൻ 30 സെന്റ് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ പാട്ടിയത്ത്? ചെന്ന് കിളക്ക്. ஞாபகம் மோதுதே மனம் ஏங்குதே. വിനീത് ശ്രീനിവാസൻ എന്തായാലും ഈ മൂവി ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. ട്രെയിലറും കാര്യങ്ങളെല്ലാം ഗംഭീരം തന്നെ. അതിന് മുമ്പ് നമുക്ക് ഈ മൂവിയുടെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ടൈം, എന്നാണ് റിലീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബാക്കി പറയാവേ. നമ്മുടെ റിലീസും കാര്യങ്ങളും വരുന്നത് അടുത്ത മാസമായ ഏപ്രിൽ 11 2020 റിലീസും കാര്യങ്ങളും വച്ചിരിക്കുന്നത്. ഒരു ഡ്രാമ രീതിയിലാണ് നമ്മുടെ പടവും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂറും 5 മിനിറ്റുമാണ് ഇതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളും വരുന്നത്. ഒരു വലിയൊരു ലെങ്തായിട്ട് തന്നെയാണ് ഈ കഥ കൊണ്ടുപോയിരിക്കുന്നതെന്നാണ്. 3 മണിക്കൂറും 5 മിനിറ്റുമാണ് ഫുൾ ടൈം വരുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത്. ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസനാണ് നമ്മുടെ മൂവിയും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ വന്നതും കാര്യങ്ങളൊന്നും ചുമ്മാതായിട്ടില്ല. ഇത്രയും നാളും ഇത്രയും വർഷവും. അപ്പോൾ ഇതും ഒരു ഗംഭീര മൂവി തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മൂവിക്കകത്ത് വരുന്ന കാസ്റ്റിംഗ് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ദയൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, പിന്നീട് നമ്മുടെ വരുന്നത് കല്യാണി, അജു വർഗീസ്, ബേസിൽ ജോസഫ്. അതുപോലെ തന്നെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ആൾക്കാരാണ് ഇത്രയും. പിന്നെ നിവിൻ പോളി വരുന്നുണ്ട്. ആ ലാസ്റ്റ് ഒരു ജാക്കറ്റ് ഇട്ട് വരുന്നത് നിവിൻ പോളിയാണെന്നാണ് എൻ്റെ ഒരു ആ നടത്തയും കാര്യങ്ങളും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. കാസ്റ്റിനകത്ത് ചെറിയൊരു ഫോട്ടോസ് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, നിവിൻ പോളിയും കാര്യങ്ങളും എല്ലാം ഉള്ളത്. പിന്നീട് എടുത്തു പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മൂവിയുടെ ട്രെയിലറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ദയൻ ശ്രീനിവാസൻ്റെ അഭിനയം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ കയ്യിൽ അനിയനെ കിട്ടിയപ്പോഴത്തേക്ക് അനിയൻ്റെ ഉള്ളിലെ ആ അഭിനയം കാര്യങ്ങളെല്ലാം പുറത്തെടുക്കാൻ ദേൻ ശ്രീനിവാസനെ കൊണ്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ്. വിനീത് ശ്രീനിവാസൻ അത് ദേൻ ശ്രീനിവാസനെ കൊണ്ട് 100% ചെയ്യിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ആ കൂട്ടുകെട്ട് എവിടേക്കോ നഷ്ടമാകുന്നു. അവരെ പ്ലാൻ കാര്യങ്ങളൊക്കെ തെറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ശത്രുക്കളായി മാറുക എന്നുള്ള ഒരു രീതിയിൽ തന്നെ ആയിരിക്കും മിക്കവാറും കഥകളും കാര്യങ്ങളും പോകുന്നത്. പിന്നീട് ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ദൈൻ ശ്രീനിവാസൻ്റെ ഇമോഷനും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഈ ട്രെയിലറിനകത്ത് വർക്കൗട്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു, ആ ചേട്ടൻ വരേണ്ടി വന്ന് അനിയൻ്റെ രക്ഷയ്ക്ക് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ കാര്യങ്ങളും എല്ലാം ദൈൻ ശ്രീനിവാസൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് പറ്റും. പിന്നീട് പ്രത്യേകം കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു നാടകം മോഹിയായിട്ടാണ് പോകുന്നത് നമ്മുടെ കഥാപാത്രവും കാര്യങ്ങളും രണ്ടുപേരും, ദൈൻ ശ്രീനിവാസനും അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലും പോകുന്നത്. നമുക്ക് ആ ട്രെയിലർ കാര്യങ്ങൾ കാണുമ്പോൾ നല്ലപോലെ തന്നെ മനസ്സിലാവും. അത് നടക്കാതെ വരികയും പിന്നെ ഒരുപാട് പഴയ കാലത്തും ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ ചാൻസ് തേടി പോകുമ്പോൾ നമുക്ക് അതിശയവും കാര്യങ്ങളും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നതും അതെല്ലാം ഈ മൂവിക്കകത്ത് നല്ല പച്ചയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ മൂവിക്കകത്ത്. പിന്നീട് ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കല്യാണിയായിട്ട്. അത് വീണ്ടും റിലേഷൻ ബ്രേക്ക് ആവുന്നു. അതും നമ്മുടെ ചെറുതായിട്ട് ട്രെയിലറിനകത്ത് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതൊരു ചെറിയൊരു നാടകത്തിൻ്റെ ഒരു സമയത്താണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നീട് വരാതാകുകയും ആ നാടകം അവരുടെ ആദ്യത്തെ നാടകം പാളിപ്പോവുകയും ചെയ്ത പോലെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു റൂമറായിട്ട് നമുക്ക് നോക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റും ആ ട്രെയിലറിനകത്തുനിന്ന്. പിന്നീട് അതിനുശേഷം രണ്ടുപേരും തെറ്റിപ്പിരിക്കുകയാണോ എന്നാണ് നമ്മുടെ കഥാപാത്രത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം വീണ്ടും അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിൽക്കുന്നില്ല, അവർ വീണ്ടും പരിശ്രമിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ പോകുന്നത്. അങ്ങനെ പരിശ്രമിച്ച് ഏറ്റവും അവസാനം അവരുടെ ഒരു ഓൾഡ് ഏജ് രീതിയിലും അവർക്ക് ആ മൂവിയോടുള്ള ആ നാടകത്തിനോടുള്ള പ്രിയം അവസാനിക്കുന്നില്ല. ഏറ്റവും അവസാനം അവർ ആ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം മൂവി ഈ ട്രെയിലറിനകത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെ ആയിരിക്കും. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതൊരു വലിയൊരു ബിഗ് സ്ക്രീനകത്ത് കാണുമ്പോൾ ഉള്ള രീതിയിൽ അതൊരു വേറെ ഒരു ഫീൽ ഗുഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നീട് ഓരോ പ്രണവ് മോഹൻലാലിൻ്റെ ആയാലും എല്ലാവരുടെയും അഭിനയം വളരെ ഗംഭീരമായിട്ട് വരുന്നുണ്ട്. കാര്യം വിനീത് ശ്രീനിവാസൻ്റെ കയ്യിൽ ആരെ കിട്ടിയാലും അത് 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിനീത് ശ്രീനിവാസൻ അഭിനയിപ്പിക്കും എന്നുള്ള കാര്യം വേറൊരു കാര്യം കൂടിയാണ്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം അടുത്ത മാസം 11-ന് ഇറങ്ങാൻ പോകുന്ന വർഷങ്ങൾക്ക് ശേഷം മൂവിക്ക് ഓൾ ദ ബെസ്റ്റും കാര്യങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ നിങ്ങളുടെ സ്വന്തം നിതിൻ. ബൈ.